കൊല്ലം ദേശീയപാതയിൽ നാവായിക്കുളത്തിന് സമീപം ബൈക്ക് ബാരിക്കേഡിൽ ഇടിച്ച യുവാവ് മരിച്ച വാർത്ത ഇപ്പോൾ ദാരുണ അന്ത്യമായും അതുപോലെ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയായിട്ടും കേൾക്കുന്നത് വളരെയധികം തന്നെ വേദനിപ്പിക്കുന്നു. ഇപ്പോൾ ആ യുവാവിന്റെ ചിത്രങ്ങളടക്കം സൈറ്റിലെ ദൃശ്യങ്ങളടക്കം തന്നെ പുറത്തു വരുന്നുണ്ട്. ബൈക്ക് അപകടത്തിന്റെ സൂചനകളും അതുപോലെ ഓരോ വാർത്തയും പുറത്തു വരുമ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങളും ഞെട്ടുകയും ചെയ്യുന്നത്. കല്ലമ്പലം ചേന്നൻകോട് മധുരക്കോട് തിരുവാതിരയിൽ ബാബു അജിത ദമ്പതികളുടെ ഏക മകൻ അരുൺ കൃഷ്ണ ആണ് മരിച്ചത്. അക്കുടു എന്നാണ് അരുൺ കൃഷ്ണയെ വീട്ടിൽ വിളിക്കുന്നത്. 20 വയസ്സാണ് ഈ ഒരു ചെറുപ്പക്കാരന്റെ പ്രായം. കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ സുഹൃത്തുക്കൾക്ക് ബോധം വന്നപ്പോൾ തന്നെ അരുണിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അങ്ങനെയാണ് അരുണിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. സംഭവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയായിരുന്നു അരുൺ കടന്നുപോയത്. അരുണിന്റെ 2 മറ്റു സുഹൃത്തുക്കൾ അരുണിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അപ്പുറത്തെ മുറിയിലുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അവർ ഇതുവരെ തന്നെ അരുണിന്റെ മരണവാർത്ത അറിഞ്ഞിട്ടില്ല. പരിക്കേറ്റ ബാവൻമൂട് സ്വദേശി ശ്യാം, നെല്ലിക്കോട് സ്വദേശി ബാലു എന്നിവരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. 1 മണിയോടെ നാവായിക്കുളം 28 മൈൽ മാങ്ങാട്ടുവാതുക്കൽ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും കൊല്ലത്തേക്ക് മൂവരും സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് വലിയ ഇരുമ്പ് ബാരിക്കേഡിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബാരിക്കേഡ് തകർത്ത ബൈക്ക് സമീപത്തെ സുരക്ഷാ കമ്പികൾക്കിടയിൽ തെറിച്ചു വീഴുകയായിരുന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ അരുൺ കൃഷ്ണ മരിച്ചു. കമ്പികൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന അരുണിനെ നാട്ടുകാരാണ് പുറത്തെടുത്തത്. ഇടിയുടെ ആഘാതത്തിൽ ബാരിക്കേഡ് തന്നെ തകർത്ത് ബൈക്ക് സമീപത്തെ സുരക്ഷാ വേലി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സ്പീഡിലായിരുന്നു എന്നാണ് വിശ്വാസം. കുടുങ്ങിക്കിടന്ന അരുണിനെ നാട്ടുകാർ പുറത്തെടുത്തു. മൃതദേഹം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും കൊല്ലത്തേക്ക് മൂവരും സഞ്ചരിച്ച ബൈക്കായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും നെട്ടിക്കുന്ന വാർത്ത എന്നത് ഈ മൂവരും എല്ലായിടത്തും ഒരുമിച്ച് പോകുന്നവരായിരുന്നു. ഒരേ പ്രായമുള്ള വ്യക്തികൾ, എപ്പോഴും ഒരുമിച്ച് കളിച്ചു വളർന്നവർ, എവിടെ പോയാലും ഒരുമിച്ച് നടക്കുന്നവർ. ഒരാളെ ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ വീട്ടുകാരെ വിളിക്കുന്നത് അടുത്തയാളിലേക്കാണ്. അത്രമാത്രം അടുപ്പമുള്ളവർ, കുടുംബമായും നല്ല അടുപ്പമുള്ളവർ, അങ്ങനെയുള്ള കൂട്ടുകാരാണ് മരിച്ചത്. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയാം. പ്രേക്ഷകരും ആ ഒരു വാർത്തയെപ്പറ്റി അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും ആ വാർത്തയെപ്പറ്റി അങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായത് മാറുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് വളരെ സങ്കടത്തോടെ പ്രതികരിക്കുന്നു. ചെറുപ്പക്കാരുടെ സ്പീഡിനെ കുറിച്ചൊക്കെ മറ്റുള്ളവർ പറയുമ്പോഴും ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുക എന്നും ഈ ഒരു സമയത്ത് വിധി എന്നല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നമുക്ക് പറയാനില്ല എന്നുമാണ് മറ്റുള്ള പ്രേക്ഷകരെല്ലാവരും ഇവരുടെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയുന്നത്.